നേമത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ സ്വയം പ്രഖ്യാപനത്തിൽ ബി.ജെ.പിയിൽ കടുത്ത അതൃപ്തി. തീരുമാനം പാർട്ടി കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. നേമത്ത് മത്സരിക്കുമെന്ന് അധ്യക്ഷൻ പ്രഖ്യാപിച്ചത് പാർലമെന്ററി ബോർഡിന്റെ തീരുമാനമാണോ എന്ന് മുതിർന്ന നേതാക്കൾ ചോദിക്കുന്നു. സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പറഞ്ഞു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉണ്ടാകും, വേണമെങ്കിൽ നേമത്തും മത്സരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം വെറുതെ പറയില്ലല്ലോ. ഞങ്ങൾ ഏതായാലും ചർച്ചയൊന്നും നടന്നില്ല. സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ അതാണല്ലോ തീരുമാനം. കേന്ദ്ര പാർലമെന്ററി ബോർഡ് പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങളോട് വിശദമായി പറയേണ്ട സമയത്ത് പറയാം. ഞങ്ങളെല്ലാവരും നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സംസ്ഥാന കോർ ടീമിലെ മുഴുവൻ ആളുകൾക്കും പെർട്ടിക്കുലറായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. നേമം അസംബ്ലി മണ്ഡലം ശ്രദ്ധിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരാണ്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം എത്തുകയാണ്. വി എസ് രഞ്ജിത്ത്, പ്രതീക്ഷയുള്ള സീറ്റാണ് നേമം. അതുകൊണ്ട് തന്നെ നേരത്തെ അവിടെ പ്രചാരണം തുടങ്ങുന്നതിലോ അവിടെ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിലോ തെറ്റില്ല. പക്ഷേ ഔദ്യോഗികമായ ഒരു സംവിധാനത്തിലൂടെ പ്രഖ്യാപിക്കുന്ന കീഴ്വഴക്കം മാറിയതിൽ അതൃപ്തിയുണ്ടോ ചില നേതാക്കൾക്കെങ്കിലും? സുജിയ, നേമം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ സ്വയം പ്രഖ്യാപനമാണ് ബി.ജെ.പിയിൽ ഇപ്പോൾ കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുള്ളത്. സാധാരണഗതിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര പാർലമെന്ററി ബോർഡാണ്. അതിന് 3 അംഗ പട്ടിക കൊടുക്കേണ്ടത് സംസ്ഥാന കോർ കമ്മിറ്റിയാണ്. അതിനു മുമ്പ് മണ്ഡലങ്ങളിലൊക്കെ അഭിപ്രായ സർവേ നടത്തേണ്ടതുണ്ട്. ഈ അഭിപ്രായ സർവേയിൽ നിന്ന് സമാഹരിച്ച പേരുകൾ ഒരു 3 അംഗ പട്ടികയിലേക്ക് ചുരുക്കേണ്ടത് കോർ കമ്മിറ്റിയാണ്. ആ കോർ കമ്മിറ്റി ആദ്യം നൽകുന്ന പേര് തന്നെ കേന്ദ്ര പാർലമെന്ററി ബോർഡ് അംഗീകരിക്കുകയാണ് പതിവ്. എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ മാത്രമാണ് മറ്റ് 2 പേരുകളിലേക്ക് പോലും കേന്ദ്ര പാർലമെന്ററി ബോർഡ് പോകുന്നത്. സാധാരണഗതിയിൽ സംസ്ഥാന അധ്യക്ഷന് ഏതെങ്കിലും ഒരു സീറ്റ് വേണമെങ്കിൽ അത് പാർലമെന്ററി ബോർഡ് അംഗീകരിച്ച് കൊടുക്കാറുമുണ്ട്. പക്ഷേ ഇവിടെ പാർലമെന്ററി ബോർഡ് പ്രഖ്യാപിക്കാതെ, കോർ കമ്മിറ്റി ചർച്ച ചെയ്യാതെ തന്റെ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചത് അത് പാർട്ടിയുടെ രീതിയും പാർട്ടിയുടെ ചട്ടങ്ങളും ഒക്കെ മറികടന്നുകൊണ്ടാണ്. സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ രീതിയിൽ പാർട്ടിയുടെ ചട്ടങ്ങളും രീതികളും ഒക്കെ മറികടക്കുകയാണെങ്കിൽ മറ്റ് നേതാക്കന്മാർക്കും ഇതുപോലെ തന്നെ തന്റെ സ്ഥാനാർത്ഥിത്വവും തന്റെ മണ്ഡലവും ഒക്കെ പ്രഖ്യാപിക്കാമല്ലോ എന്നുള്ളതാണ് ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കന്മാർ വിമർശനമായി ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശും ഇതേ കാര്യം തന്നെ കാണിക്കുകയുണ്ടായി. കോർ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത് പാർലമെന്ററി ബോർഡിന്റെ തീരുമാനമാണോ എന്നും എം.ടി. രമേശ് ചോദിക്കുന്നു. ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. വി എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ന്യൂസ്